ബഹുമാനമുള്ള ജനങ്ങളെ, ഞാൻ ഇന്ന് അരീക്കോട് മദർ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. ഇവിടെ വരാൻ കാരണം നമ്മുടെ 18/2/2025 നമ്മുടെ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് തെരട്ടമ്പിൽ വെച്ച് നമ്മുടെ പടക്കം ദിശ മാറി വന്ന സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റി. പല ആളുകളും ഇവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നു, പല ആളുകളും ഡിസ്ചാർജ് ചെയ്ത് പോയി, പല ആളുകൾക്കും പൊള്ളലേറ്റു. വളരെയധികം വേദനാജനകരമായ ഒരു സംഭവമാണ് നടന്നത്. ഇതിനു മുമ്പും ഇതേപോലെ തെരട്ടമ്പിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ഇതുപോലെ അപകടം നടന്നിരുന്നു. അത് ഗാലറി തകർന്ന് വീണിട്ടാണ് അപകടം നടന്നത്. ഇതിൽ പ്രധാനമായ കാരണം നമ്മുടെ ഒരു ഗാലറിയിൽ പരിമിതമായ ആളുകൾ, നിശ്ചയിച്ചതിലും അപ്പുറമുള്ള ആളുകളെ ഇതിലേക്ക് പ്രവേശിപ്പിക്കുന്ന കാരണത്താൽ തന്നെ അതിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ അവിടെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വരികയാണ്. ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ കൂട്ടമായ ജനങ്ങൾ വേറെ സ്ഥലത്തിലേക്ക് ഒഴുകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ തന്നെ പല അപകടങ്ങളും വരുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു ന്യൂനത. അതുകൊണ്ട് തന്നെ പരിധിയിൽ കവിഞ്ഞ ആളുകളെ ഗാലറിയിലേക്ക് കടത്തി വിടരുത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അപേക്ഷിക്കാനുള്ളത്. ഇതിൽ വരുന്ന ഉള്ളിൽ കടക്കാൻ കഴിയാത്ത, കളി കാണാൻ വേണ്ടി ഗാലറിയിൽ കടക്കാൻ കഴിയാത്ത ആളുകളെ പുറത്തുനിന്ന് കളി കാണാൻ വേണ്ടി ഒരു ബിഗ് സ്ക്രീൻ വെച്ചുകൊണ്ട് അവർക്ക് ഒരു കളി കാണാൻ വേണ്ടി ഒരു സാഹചര്യം ഒരുക്കണം. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, പല ഫുട്ബോൾ കമ്മിറ്റിക്കാരും ഇതേപോലെ ഒരു സ്റ്റേഡിയം ഇൻഷൂർ ചെയ്യുന്നില്ല. ഇൻഷൂർ ചെയ്യാത്ത കാരണത്താൽ തന്നെ ഈ അപകടം സംഭവിക്കുന്ന സമയത്ത് ഇൻഷൂർ കിട്ടാതെ വരികയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭീമമായ നഷ്ടം ഈ അപകടം നടന്ന ആളുകൾക്ക് കിട്ടുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു ന്യൂനത. അതുകൊണ്ട് എവിടെ ഫുട്ബോൾ കളി വെക്കുകയാണെങ്കിലും ഗാലറി ഇൻഷൂർ ചെയ്യണമെന്നാണ് ഇതിലെ വലിയൊരു വസ്തുത. എന്നെങ്കിൽ മാത്രമേ ആ അപകടം സംഭവിച്ച ആളുകൾക്ക് നഷ്ടപരിഹാരം കിട്ടുകയുള്ളൂ. അതേപോലെ തന്നെ ഇതിൽ ഇന്നലെ തെരട്ടമ്പിൽ നടന്ന വലിയൊരു ന്യൂനത, അവിടെ ഫുട്ബോൾ അപകടം സംഭവിച്ചതിന് ശേഷം വീണ്ടും കളി വെക്കാൻ ശ്രമിച്ചു. അതിൽ ജനങ്ങൾ രോഷാകുലരായി. അത് വളരെ ന്യൂനതാണ്. ഒരു അപകടം നടക്കുന്ന സമയത്ത് ആ അപകടത്തിൻ്റെ അതേ സ്പോട്ടിൽ തന്നെ മണിക്കൂറുകളോ ദിവസങ്ങളോ കഴിയാതെ തന്നെ ഒരു ആനന്ദം കണ്ടെത്തുക എന്നത് വളരെ ഒരു വേദനാജനകരമായ കാഴ്ചയാണ്. അതൊരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത, അപകടം നടക്കുന്ന അതേ സ്പോട്ടിൽ തന്നെ ആനന്ദം കണ്ടെത്തരുത്. അത് ഒരു വലിയ സംഘർഷത്തിലേക്ക് നയിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്നലെ അങ്ങനെ തെരട്ടമ്പിൽ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഈ അപകടം നടന്ന എല്ലാവർക്കും എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. ഇനിയൊരു ദുരന്തം വിളിച്ചു വരാതെ തെരട്ടമ്പിൽ എന്നല്ല പല സ്ഥലത്തും ഒരു അപകട ദുരന്തം വിളിച്ചു വരുത്തരുത് എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. ഇത് തെരട്ടമ്പിൽ നടക്കുന്ന രണ്ടാമത്തെ അപകട ദുരന്തമാണ്. ഒന്ന് ഗാലറി തകർന്ന ഒരു അപകടമാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് അത് സംഭവിച്ചിരുന്നു. അതേപോലെ തന്നെ കളി കാണാൻ വരുന്ന കാണികളുടെ ഇടയിലേക്ക് കമ്മിറ്റിക്കാർ വളരെ സൗമ്യമായി പെരുമാറുകയും അവരോട് വളരെ രോഷാകുലരായി പെരുമാറാതെ മാന്യമായി ഇടപഴകി കഴിഞ്ഞാൽ അവരും തിരിച്ച് ഇടപഴകുന്നതാണ്. അതുകൊണ്ട് എവിടെ കളി പോയാണെങ്കിലും ആ കമ്മിറ്റിക്കാർ കളി കാണാൻ വരുന്ന ആളോട് വളരെ സ്നേഹത്തോടെ പെരുമാറുകയും അവരെ നല്ലൊരു കളി കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണമെന്നാണ് ഈ ഒരു ധന്യവേളയിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഈ അപകടം ഇനിയും അപകടങ്ങൾ വിളിച്ചു വരുത്താതെ ഒരു ഫുട്ബോൾ എന്ന ആനന്ദം, അത് ആനന്ദത്തിൽ തന്നെ അഥവാ സന്തോഷത്തിൽ തന്നെ കലാശിക്കണം. അല്ലാതെ ഒരു കളിയും കാര്യത്തിലേക്ക് കടക്കരുത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ അഡ്മിറ്റിൽ പ്രവേശിച്ച രോഗികൾക്ക് സുഖം പ്രാപിക്കട്ടെ. അതിന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു.